സോ ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ GTA San Andreas ആയിട്ടാണ് വന്നിരിക്കുന്നത്. GTA San Andreasൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇതിലിട്ടില്ല. പിന്നെ ആകെ രണ്ടാവുന്ന വീഡിയോ ഇട്ടില്ല. മൈൻക്രാഫ്റ്റും പിന്നെ ലോസ് ഏഞ്ചൽസ് ക്രൈമും കൊണ്ടുവന്നു ഞാൻ വിട്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ പജേറോ 3 ഡോർ ഓഫ് റോഡും കൊണ്ടൊരു ഓഫ് റോഡ് ഇതാണ് ഉദ്ദേശിക്കുന്നത് വീഡിയോ. അപ്പോൾ നമുക്കെന്തായാലും തുടങ്ങാം. പിന്നെ ഈ വണ്ടിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് അത്യാവശ്യം നല്ല ഇൻറ്റീരിയറാണ്. പിന്നെ സൈഡിൽ ഒരു ലാപ്ടോപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും ഓഫ് റോഡ് തുടങ്ങിയേക്കാം. ഗൈസ്, പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കനും കൂടി ഒന്ന് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. ഡിസ്ലൈക്ക് ചെയ്യാനുള്ള കാരണം കൂടി നമുക്ക് എന്തായാലും തുടങ്ങാം. നമ്മളിപ്പോൾ ഉഗ്ഗാൻ പോയിരുന്നു. പിന്നെ ഈ പജറോൻ്റെ ഈ മോഡ് കയറ്റിയത് GTA All എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൽ നിന്നാണ്. നമ്മൾ അടിച്ചാൽ കിട്ടും GTA All. പിന്നെ അത് റിയൽ സൗണ്ടൊന്നല്ല, ജസ്റ്റ് ഈ ബോഡി മാത്രമാണ്. കയറുന്നില്ല. നോക്കാം. വണ്ടിയായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥലം എന്തായിട്ട് അങ്ങനെ ബ്ലാക്ക് ആയിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു ബഗ്ഗാണ്. ഈ സ്ഥലത്തിൻ്റെ ഈ കളറ് ലോഡാകുന്നതാണ്. ചില സ്ഥലത്ത് ഇങ്ങോട്ടുണ്ടാവും. അപ്പം നമുക്കെന്തായാലും ഇങ്ങോട്ട് പോവാം. വണ്ടി ഒന്ന് റിപ്പയർ ചെയ്യാം. ഒന്ന് ചീക്കോട്ട് അടിച്ചാൽ കൂടി എന്തായാലും റിപ്പയർ ചെയ്തേക്കാം. ഓക്കെ, എന്താ കൈസ് ഒരു പൊട്ടുന്ന ശബ്ദം പോലെ, ഒരു പൊട്ടുന്നൊരു ശബ്ദം. ഞാൻ പ്ലെയിൻ ക്രാഷ് ആയ പോലെ എന്താ വീട്ടിൽ. നിങ്ങൾ കേട്ടോ ഗൈസ്, ഒരു പ്ലെയിൻ ക്രാഷായ ഒരു ബ്ലാസ്റ്റ്. വൈദമായി ഞാൻ ഈ വീഡിയോ വോയിസ് ഓവറാണ് ചെയ്യുന്നത്. കാരണം ഗെയിം കളിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ അത് സൗണ്ട് തീരെ ക്വാളിറ്റി ഉണ്ടാവില്ല. പിന്നെ ഇത് ഫോണിലാണ് ചെയ്യുന്നത് വോയിസ് ഓവർ. പിന്നെ PC-യിൽ ആണ് ഞാൻ ഗെയിം റെക്കോർഡ് ചെയ്യുന്നത്, എന്നിട്ട് ഫോണിലേക്ക് ആക്കുന്നത്. പിന്നെ നമുക്കെന്തായാലും മൗണ്ട് യാർഡിലേക്കാണ് നമ്മൾ. അതാണ് മൗണ്ട് യാർഡ് സാമാല. അതുണ്ടാവും കളിക്കുന്നത്. അങ്ങോട്ട് അങ്ങോട്ടൊരു റിവർ ക്രോസ് ഇവിടെയും കണ്ടോ. ഇവിടെയൊക്കെ നല്ല കളറല്ലേ. ചില സ്ഥലത്ത് ഒരു ബ്ലാക്ക് കളർ ഉണ്ടാവും. ശരിക്കും അവിടെ ഇതുപോലത്തെ ഒരു കളറാണ് വരുന്നത്. അതൊരു ബഗ്ഗാണ്. ഈ വണ്ടിക്ക് അത്യാവശ്യം നല്ല ഹാൻഡ്ലിംഗ് ആണ് കേട്ടോ. നമ്മളുടെ ഇവിടെ കുടുങ്ങിപ്പോയോന്നൊരു സംശയം. എന്തായാലും ഒന്ന് ചീറ്റ് കോഡ് അടിക്കണം. ടോറിലാണ് ഇടക്കിടക്ക് ഇങ്ങനെ ചീറ്റ് കോഡ് അടിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്കെന്തായാലും കുടുങ്ങിപ്പോയെന്ന് സംശയം. ഇതിൽ കൂടെ നമുക്ക് തിരിച്ചു കയറാം. വണ്ടി കയറും. പിന്നെ വേറൊരു കാര്യം പറയണ്ട. അതായത് ഈ വണ്ടി നമ്മൾ ചില കയറ്റമൊക്കെ ഈ ഫുള്ളിൽ ഇട്ട് കയറണം. നല്ലോണം അഡ്വൈസിലിട്ടാൽ കയറും. അതുകൊണ്ടൊരു പ്രശ്നമൊന്നും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയും.
ഇതാണ്ടോ റിവേഴ്സിലിട്ടാ കയറും. ഇപ്പോൾ കയറും. അതാ കയറുന്നുണ്ട് കണ്ട. റിവേഴ്സിലിട്ട ഏത് കയറ്റാണ് ചില കയറ്റം കയറില്ല. ബ്ലാക്കാണ്. ഇപ്പം അതെന്തെങ്കിലും പോക്കണം. നമുക്കൊരു ഇത് ക്രോസ് ചെയ്യുന്നുണ്ട്. ക്രോസ് ഞാൻ GTA San Andreas ഫുള്ള് മിഷനും കളിച്ച് കംപ്ലീറ്റ് ചെയ്ത് പിന്നെ ഫയൽ പോയി കംപ്ലീറ്റ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് കണ്ടോ ഇങ്ങനെ ബ്ലാക്കാണ്. മോനെ നിങ്ങൾ ഹാൻഡിലിംഗ് എന്ന് വെറുതെ പറഞ്ഞാന്ന് വിചാരിക്കില്ല. അത് ഇടയ്ക്ക് ചെയ്യില്ല. ഇവിടെ റിവർ ക്രോസ് ചെയ്യുന്നത് റിവർ ക്രോസ് ചെയ്യുമ്പോൾ ഇവിടെ ഇതായിട്ടുണ്ടല്ലോ. പിന്നെയും ചീറ്റടിച്ചു. നമുക്ക് ഏതായാലും മൗണ്ട് ചില്ലുകളിലേക്ക് പോകാം. ഇവിടെ എത്തുമ്പോൾ റോഡൊക്കെ ലേറ്റ് അങ്ങോട്ട് എത്തുമ്പോൾ ചിലപ്പോൾ മിനിമം ബ്ലാക്ക് ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എന്നാലും ആ മാർക്ക് പോക്കട്ടെ. നൈസ്. ഓക്കെ, ഈ വീഡിയോ കോപ്പിറൈറ്റ് അടിക്കുമോയെന്നൊന്നും എനിക്കറിയില്ല. അടിച്ചാൽ വേറെന്ത് പറയാൻ, എൻ്റെ കഷ്ടപ്പാടൊക്കെ ഉണ്ട്. ട്രാക്ടറൊക്കെ പോകുന്നുണ്ട്. നമ്മളെ ഇവിടാണ് സ്ഥലം. പിന്നെയും വണ്ടി ഡാമേജ് ആയി. ഇതെന്താ മെക്കീനോ? നമ്മളെ കാർസിന് ആക്സിഡൻ്റ് ഇല്ലേ, ഇങ്ങനെ കറങ്ങി അതാതിലുണ്ട്. വീട്ടിൻ്റെ ചീറ്റടിച്ച് നമുക്കെന്തായാലും ഓഫ് റോഡിങ് ഇവിടെ വെച്ച് തുടങ്ങുകയാണ്. ബൂയ്സ്, ഇത്രയും നേരം വീഡിയോ കണ്ടിട്ട് പലരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അത് ചെയ്യുക. ജസ്റ്റ് ഒരു ബട്ടൻ്റെ ഒരു പ്രശ്നമല്ലേ ഉള്ളൂ. എന്ത് നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ പോയാൽ നിങ്ങൾ പറയുന്ന വെഹിക്കിൾസിൻ്റെ മോഡൊക്കെ ആയിരിക്കാം. സൗണ്ട് ചിലപ്പം റിയൽ സൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ റിയൽ സൗണ്ട് ഉണ്ടാവില്ല. ഇതിൽ ഓൾറെഡി ഉള്ള വെഹിക്കിളിൻ്റെയൊക്കെ സൗണ്ട് ഏത് വെഹിക്കിൾ പറഞ്ഞാലും ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് പിന്നെ ക്രാക്കഡ് വെർഷനാണ്, ഒറിജിനൽ വെർഷനല്ല. നിങ്ങൾക്ക് GTA San Andreas ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഞാൻ ഒരു ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ലിങ്കല്ല, ഒരു യൂട്യൂബ് ചാനലാണ്. ആ വീഡിയോയിൽ നോക്കിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോ നോക്കിയോ നമ്മൾ ഡൗൺലോഡ് ചെയ്യാം. പിന്നെ ഞാനായിട്ട് സിംഗേഴ്സിന് ഇഷ്ടംപോലെ വീഡിയോ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ട്. ഇത് ഇച്ചിരി അത്യാവശ്യം ഹൈലി കംപ്രസഡാണ്. ഇതിനത്ര 500 എത്ര MB ഉള്ളൂ, 590 ഉള്ളൂ. പക്ഷേ ഇത് എക്സ്ട്രാക്ട് ചെയ്തതിൻ്റെ ഫയൽ സൈസ് അത്യാവശ്യം ഒരു 4.5 GB ഹൈലി കംപ്രസഡാണ്. പിന്നെ അത്രയും കംപ്രസ് ചെയ്തുകൊണ്ട് ചില പ്രശ്നങ്ങളുണ്ട്. പല കാര്യങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് കട്ട് സീൻസിൽ
കസിൻസ് ഉണ്ടാവില്ല, അതിലാണെങ്കിൽ മറ്റേ ഇത് കാണിച്ചിട്ടില്ല, വോയിസ് ഉണ്ടാവില്ല, ശബ്ദം ഉണ്ടാവില്ല. ഈ റെക്കോർഡ് ചെയ്യുന്നില്ലെങ്കിൽ ഗെയിം പക്ക സ്മൂത്താണ്, ഭയങ്കര. പിന്നെ ഇതിൽ കുറച്ച് PS2 ഗെയിംസ് ഉണ്ട്. ഞാനൊരു എമുലേറ്റർ വെച്ചിട്ടാണ് ഇതാ. പിന്നെ ഉള്ള PS2 ഗെയിംസ് ആണെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ എൻ്റെ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് PS2 ഗെയിംസ്. പക്ഷേ റെക്കോർഡ് ചെയ്യുമ്പോൾ വേറെ പ്രശ്നമുണ്ട്, നല്ല റെക്കോർഡ് ചെയ്യാത്തപ്പോൾ തന്നെ ചെറിയ ലാഗ്. റെക്കോർഡ് ഞാൻ ചെയ്ത് നോക്കിയതാണ്, ഞാൻ അതായിരുന്നു ആദ്യം ഇതിൽ അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചത്. പക്ഷെ അത് അത്ര ഇതാണ്. നമുക്കൊന്ന് റിവൈസിലിട്ട് കയറ്റിയാലോ ഇത്. ഞാൻ ഷീറ്റ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒന്ന് നടന്നു പൊട്ടിക്കാലോ. ഇത് ഞാനിപ്പോൾ കളിക്കുന്നതല്ല, കുറേ മുമ്പ് കളിച്ചതാണ്. അതിന് ഇപ്പോഴാണ് വോയിസ് ഓവർ കൊടുക്കുന്നതെന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് മഴൻ്റെ വെള്ളത്തുന്ന ശബ്ദമൊക്കെ കേൾക്കാറുണ്ട്. അത് മഴ പെയ്ത് കഴിഞ്ഞിട്ടാണ്. അത് വീഡിയോയിൽ കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം, അടുത്ത വട്ടം ഞാൻ പരിഹരിക്കുന്നതായിരിക്കും. അങ്ങനെ റിവേഴ്സ് ഓഫ് റോഡിങ് കിങ് ആണ്. ഇതെന്തുകൊണ്ടങ്ങനെ എന്താ മോനെ? ഓക്കെ ഇപ്പോൾ പോയാണ്. ഇതെന്തുകൊണ്ടങ്ങനെ റിവേഴ്സിൽ ഏത് പറ്റും? അല്ലാത്ത പോയത് അല്ല, ഒരു കയറ്റില്ല, കൂടുതൽ എവിടെയും നമ്മൾ റിവേഴ്സിൽ ഉപയോഗിക്കണം. ഇന്റർകൂളർ ടെർബോ ഒക്കെ ഉള്ള വണ്ടിയാണെന്നാണ് എൻ്റെ സൈഡിൽ എഴുതിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ അങ്ങനെ കയറുന്നുണ്ട് വണ്ടി. ഓ കണ്ടോ, ഇതാണ് റിവേഴ്സ് ഓഫ് റോഡിങ് കിങ് എന്ന് പറയുന്നത്. ഓക്കെ അപ്പോൾ എന്തായാലും കയറ്റാം. നമുക്ക് ഓക്കെ അങ്ങനെ കയറിയിട്ടുണ്ട്. ഇവിടത്തേക്ക് നമുക്ക് പാരഷൂട്ട് എടുത്ത് ചാടിയാലോ. പാരഷൂട്ട് ഇവിടെ ഇല്ലേ ഞാൻ പാരഷൂട്ടുള്ള? അത് പാരഷൂട്ടാണ്, അല്ല അത് ബെസ്റ്റാണ്. ഇവിടെ ഒരു സൈക്കിളൊക്കെ ഉണ്ട്, നമുക്ക് ബേൺ ഔട്ട് ചെയ്യും, സർക്കിൾ ബേൺ ഔട്ട് ചെയ്യും. ഇതിനൊക്കെ നല്ല ഒന്ന് വളർത്തുന്നില്ല. അതല്ല പാരഷൂട്ട്. ഞാൻ കാണുന്നു അവിടെ ഒരു പാരഷൂട്ട് ഞാൻ കാണുന്നു. ഓക്കെ പാരഷൂട്ട് എന്തായാലും എടുക്കാം. വണ്ടി ഓക്കെ നമുക്കെന്തായാലും അവിടെ ഒരു ചെറിയ റാമ്പുണ്ട്, അത് ചാടിച്ച് കഴിയുമ്പോൾ പാരഷൂട്ട് ചാടാം. അത്രയും നേരത്തെ വണ്ടി നമ്മളെ വണ്ടി അത് പോകുന്നുണ്ട് അങ്ങനെ തന്നെ. ഓക്കെ വണ്ടി നേരത്തെ താഴത്തെത്തിയിട്ടുണ്ട്. നമുക്ക് ഇത്രയും നേരത്തെ പാരഷൂട്ട് ഓപ്പൺ ചെയ്യണ്ടായിരുന്നു ഗൈസ്.
ഓക്കെ, വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ഏകദേശം ടൈമായി. നമുക്ക് എന്തായാലും താഴത്തെത്തിയിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അടിക്കുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഡിസ്ലൈക്ക് ചെയ്യാനുള്ള കാരണം കൂടി കമൻറ്റ് പറയുക. ഞാൻ പറയുന്നത് ഇച്ചിരി റെഡിമെയ്ഡാണെന്ന് തോന്നുന്നു. ഇച്ചിരി വെറൈറ്റി ആക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇതേ പൊട്ടിക്കെടുക്കുന്നു നമ്മളെ വണ്ടി. ഇതിൻ്റെ എൻജിൻ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, എൻജിൻ കാണുന്നുണ്ടോയെന്നറിയില്ല. ഒരു കാര്യം കണ്ടോ, ഫ്രണ്ടിലത്തെ ചില്ല് പൊട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബായ്. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ അതിൻ്റെ പാക്കാം. ഓക്കെ, ബായ് ഗൈസ്.